ഹലോ ഗൈസ്, എല്ലാവർക്കും റിയൽ ലൈഫ് ഓഫ് മലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ 8:25. അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലെ നൈറ്റ് ലൈഫ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് ജർമ്മനിയിലെ നൈറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള നൈറ്റ് ലൈഫ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ വീടിൻ്റെ ഹോം ടൗൺ. ഗായ്സ്, അപ്പോൾ ട്രാം വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഫുള്ളായിട്ട് കാണിച്ചു തരാം, എക്സ്പ്ലോർ അല്ലടാ. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. M5 ആണ്. 17 എത്രയാടാ 7 മിനിറ്റ്. അപ്പോൾ ഗായ്സ്, ട്രാം വന്ന്. ഗായ്സ്, ഇത് നമ്മുടെ ഫ്രണ്ടാണ്. എടാ ഹായ് പറഞ്ഞടാ. ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രാമിൽ കയറിയിരിക്കണം. നമ്മൾ റഷുള്ള സ്പോട്ടുകളിലൊക്കെ പോവാണ്. അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് സ്പോട്ടൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ആൾക്കാരൊന്നുമില്ല. ആൾക്കാർ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര കുറവാണ്. ട്രെയിനിലാണെങ്കിലും ആൾക്കാർ കുറവാണ്. ഗായ്സ്, അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അലക്സാണ്ടർ പ്ലാറ്റ്സ. ഒട്ടുമിക്ക ബെർലിനുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഇവിടെ രാവിലെയൊക്കെ ഭയങ്കര റഷുള്ള സമയമാണ്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് നമുക്കൊന്ന് കാണാം. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒത്തിരി ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലമാണിത്. സാറ്റലൈറ്റ്, ഫിൻടെക്സ്, അതുപോലെ ന്യൂയോർക്ക്, സ്നൈപ്സ്, അങ്ങനെ ഒത്തിരി ഇവിടുത്തെ ഫേമസ് ഷോറൂമുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സയുടെ പാതയിലൂടെ നടക്കുകയാണ്. ഗൈസ്, എല്ലാവരും നോക്കുന്നുണ്ട് അദൃശ്യമായിട്ട് ഈ പാതിരാത്രിക്ക് എന്തിനാ വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ. എങ്കിലും നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ മുന്നിൽ നമ്മുടെ ജർമ്മനി എന്താണെന്ന് അറിയിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്, അല്ലടാ. ഗൈസ്, ഈ ഒരു വലിയ ബിൽഡിംഗ് ആണ്, കാണാൻ തന്നെ രസമാണ്. പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങാണ് ഇത്. ഒരു ഹോട്ടലാണ്, വലിയ ഹോട്ടലാണ്, അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ, നിനക്ക് ജർമ്മനിയിലെ നൈറ്റ് ലൈഫ് ഇഷ്ടമായോ? നീ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് 1 കൊല്ലം അടുത്തായി. 1 കൊല്ലം. നിനക്ക് ഇഷ്ടമാണ്? കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാടാണെന്ന് എനിക്കിഷ്ടം. നാട്ടിലെ നീ വരാൻ നേരത്ത് എന്തൊക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്തത് നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ? ലൈക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും, എല്ലാവരും പുറത്തായിരിക്കും എപ്പോഴും. ഇവിടെ വന്നപ്പോ 10 മണി കഴിയുമ്പോൾ എല്ലാ കട അടിച്ച് കണ്ട. അവൻ പറഞ്ഞു കേട്ടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോ സമയത്ത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടോ തോന്നുന്നു ഇപ്പൊ കടകളൊക്കെ പിന്നെയും തുറന്നു കിടക്കുന്നത് അല്ലേ? അതെ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഇത്ര ആൾക്കാരുണ്ടെന്ന് പോലും പ്രതീക്ഷയല്ല. ഇതെന്തോ ശനിയാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ആൾക്കാർ. ഇപ്പം എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാം. നമ്മൾ നാട്ടിൽ എന്താ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്ന് അടിപൊളി ഇതൊക്കെയല്ലേ കാണണേ, നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത്. പ്രീമാർക്ക് ഓപ്പണാ? നേരത്തേക്ക് ഇവിടെ ഓപ്പൺ ആണോടാ? 9 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഡ്രസ്സിന്റെ ഷോപ്പാണ് പ്രൈമാർക്ക്. ഇവിടുന്ന് അതെ, പാവപ്പെട്ടവൻ്റെ തുണിക്കട. ഞങ്ങളൊക്കെ മിക്ക സമയത്ത് ഇവിടെ നിന്നാണ് മേടിക്കുന്നത്, പ്രൈമാർക്ക്. നമുക്കൊന്ന് ഉള്ളിൽ കയറി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ സെക്ഷനിൽ ഒന്ന് ചുമ്മാ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നീ മേടിക്കുന്നുണ്ടോ? 3 യൂറോയ്ക്ക് ബനിയനൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, ഇതാണ് 3 യൂറോയുടെ. 3 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലെ 250. 250 യൂറോയുടെ ബനിയനാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ലേ? ചെറിയ കട്ടിയുണ്ട്. ഉണ്ടോ?
ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒത്തിരി 43 യൂറോയുടെ ഒരു ഷൂ ആണ്. ഇതിന് 43 യൂറോ എന്ന് പറഞ്ഞ നാട്ടിൽ 3500 സംതിങ്ങിന് കിട്ടും. നമ്മുടെ നാട്ടിൽ ഡൂപ്ലി എന്ന് പറയുന്ന പോലെ കൊള്ളാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. കൂടുതൽ അവിടെ നിന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ പൊട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് തിരക്ക്, ഒരുവിധം തിരക്കുണ്ട് കടയിൽ. നമ്മൾ ഉള്ളിൽ കയറണമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് കാണിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഗൈസ്. ഇത് സാറ്റേൺ ആണ്. ഇവിടെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഇലക്ട്രിക് ഷോപ്പാണ് സാറ്റേൺ. ഒട്ടുമിക്ക ജർമ്മനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാറ്റേൺ. ഗൈസ് ഒട്ടുമിക്ക കടകളൊക്കെ അടച്ച് ഞങ്ങൾ സാറ്റേണിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി, പക്ഷേ അതും അടച്ചിട്ടേക്കാണ്. ഇപ്പോൾ സമയം എത്രയാടാ? 9:15. എല്ലാം അടച്ചു തുടങ്ങുന്നുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ചും കൂടിയും ടൈം കടകളുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഒട്ടുമിക്ക കടകളൊക്കെ അടച്ചു. ഇനി അടുത്ത ഏതെങ്കിലും സ്പോട്ട് നോക്കട്ടെ. കണ്ട കടകളൊക്കെ അടച്ച്. ഞാൻ മേടിച്ച ഫോൺ ഇവിടെ നിന്നാണ്. അലക്സാണ്ടർ പ്ലാറ്റ്സ് ഓറ്റു. നഷ്ടക്കച്ചവടമായിരുന്നു. ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇത് വേൾ ടൈം ക്ലോക്കാണ് കിടന്ന് കറങ്ങുന്നത്. ഐ ലവ് ബെർലിൻ. ഇവിടെയൊക്കെ നമുക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ കീ ചെയിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കടയാണ് ഐ ലവ് ബെർലിൻ. ഇത് ഒട്ടുമിക്ക സ്ഥലത്തും ഇല്ലേടാ, ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ബെർലിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. നടുക്കി കൂടെ ട്രാം പോവാ, അത് അടിപൊളിയല്ലേ. ഗൈസ് അപ്പോൾ ഞങ്ങൾ വേറെ സ്പോട്ടിൽ പോവാണ്. ഇനി എന്തൊക്കെ കാണിച്ചു തരണമെന്നൊന്നും അറിയില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചായ്വാല, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. വിശക്കുമായിരുന്നു, അപ്പോൾ നമ്മൾ ഇവിടേക്കും കൂടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കയറാം. വാടാ പോവാം, കയറാം, കയറിക്കോ. ഗൈസ് ഞങ്ങൾ വിചാരിച്ച കടയിലല്ല, നമ്മൾ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ വേറെ കടയായിപ്പോയി. ചായവാല തന്നെ വേറെ 2-3 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈം ആയതുകൊണ്ട് ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല ഇവിടെ നിന്ന് തന്നെ. എന്തായാലും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ മെനുവിൽ എന്തൊക്കെ ഉണ്ടാ? അത് ഇതൊക്കെ ജ്യൂസ്, വൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതാണ് തോന്നുന്നുണ്ട്. ഗൈസ് അപ്പോൾ വിശന്നിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാടാ? ഞാനും പിന്നെ എന്തോ കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ മൊഹിറ്റോ കോക്ടെയിൽ വിത്തൗട്ട് ആൽക്കഹോളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 2 മൊജിറ്റോ പറഞ്ഞായിരുന്നു. കുടിച്ചോക്കട്ടെ. ഗൈസ് കൊള്ളാം അല്ലേ, നല്ലതല്ലേ? ഉണ്ട്. കുറച്ച് മധുരം കൂടിയ പോലെ അല്ലേ? കുറച്ച് മധുരം കൂടിയുണ്ട്. കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഇത് ബട്ടർ ചിക്കൻ ആണോടാ? ബട്ടർ ചിക്കൻ റൈസ്. കടായാണോ? കടായി. യാ ഫോൺ. താങ്ക് യു ഗൈസ്. അപ്പം ഞാനും എത്തിയിട്ടുണ്ട്. ഞാനും പറഞ്ഞായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഒരുവിധം ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് അല്ലേടാ? എല്ലാ കടയിനേക്കാളും ഒരുവിധം ക്വാണ്ടിറ്റി ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ പബ്ബുകളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എവിടെയൊക്കെ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇവർ ഹോംലെസ് ആൾക്കാരാണ്. ഇവർക്ക് വീടും ആരും സഹായിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡുകളിൽ പാർക്കുന്നവരാണ്.
ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സുവോളജിക്കൽ ഗാർഡൻ, നെക്സ്റ്റ് സ്പോട്ടാണ് സുവോളജിക്കൽ ഗാർഡൻ, ബെർലിനിലെ ഒരു മെയിൻ സ്പോട്ടാണ്. അപ്പോൾ അവിടെ എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയതായിട്ടൊന്നും കാണിച്ചു തരാനില്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് സുവോളജിക്കൽ ഗാർഡൻ. അത് ആ കാണുന്ന ഹിറ്റ്ലറിൻ്റെ കാലത്തുള്ള ഒരു നശിച്ചുപോയ പള്ളിയാണ് ഇത് കാണുന്നത്. മേളുഭാഗം മാത്രം ഇങ്ങനെ യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ പോയതാണ്. ഇതാണ്, അടിപൊളിയാണ്. ഇതൊരു ബെർലിനുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സുവോളജിക്കൽ ഗാർഡൻ. അതുപോലെ നമ്മുടെ സൂ ഒക്കെ എവിടെയാണ്, സൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. സ്റ്റാർബക്സ് ഒക്കെ അടച്ച്. ഇത് ഫ്ലിക്സ് ബസ്സാണ്. ഇവിടെ എന്താ ആൾക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയേക്കാൻ തോന്നുന്നു. ഇവിടെ ഉണ്ടോ ടാക്സികളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ടാക്സികൾ 24 hours ആണോ അവിടെ? ആണ് അല്ലേ? ഈ ബസ്സുകളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. ആൾക്കാരൊക്കെ കയറി ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി, ലോങ് ട്രിപ്സ് ഇതൊക്കെ. ആ കാണുന്നതാണ് സൂ. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ആനിമൽസ് ഒന്നും ഇല്ല. അതാണ് സൂ. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വലിയ ഒരു ഇതാണ്. ഗൈസ്, നമ്മുടെ സുവോളജിക്കൽ ഗാർഡനിലെ മക്ഡൊണാൾഡ്സ് ആണ്. ഇത് 24 hours. അവിടെ ഒത്തിരി പേര് കയറുന്നുണ്ട്. വലിയ മഗ്ഡി അല്ലേ? നീ സ്ഥിരം കസ്റ്റമറാ? എടാ ഇതെന്തോടാ ഇവിടെ ടെലിഫോണുണ്ട്. ഇതെന്തോ എനിക്ക് തോന്നുന്നു പൈസ ഇട്ടിട്ട് ഫോൺ വിളിക്കണ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നത്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ജർമ്മൻ എഴുതി വെച്ചാണ്. അതെ, ഫോൺ വിളിക്കാൻ, എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനൊക്കെ ഫോൺ വിളിക്കാൻ പറ്റുന്ന, പോലീസ് 112. ബാക്കിയൊക്കെ കോള് വിളിക്കാൻ പറ്റുമെന്ന് തോന്നണം, അറിയില്ല. എഴുതിയിട്ടുണ്ട്. കൊള്ളാല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ കറി റോസ്റ്റ് മേടിച്ച് ഇവിടുത്തെ ലോക്കലായിട്ട് നമ്മൾ നാട്ടിൽ പപ്സും സമൂസയൊക്കെ കഴിക്കുന്ന പോലെയാണ് ഇവിടുത്തെ കറി റോസ്റ്റ്. കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. സോസ് ഇതിൽ ഒഴിച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുള്ള അതിന് എക്സ്ട്രാ റേറ്റ് കൂടുതലാവും. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് മിക്ക സമയത്ത് കഴിക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞില്ല. എങ്ങനെ ഉണ്ടോ ഗായ്സ്? അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് വീഡിയോസൊക്കെ ഓരോരുത്തർ ഇതിൽ പതിയുമ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് ഭയങ്കര പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറ്റാവുന്നതൊക്കെ കാണിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.